കാസിംബായി ആണ്. ഇന്ന് നമുക്ക് കുറച്ച് 10 മണീന്റെ കെയറിങ്ങിനെ കുറിച്ചും അത് പൂക്കേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇതെന്റെ സ്വന്തം 10 മണി പൂക്കളാട്ടോ. ഒരുപാട് ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാര് ഉള്ളവരൊക്കെ വ്യത്യസ്തമായ കുറച്ച് നിറത്തിലുള്ള ആൾക്കാരൊക്കെയാണ്. ഒരു മഴക്കാലത്തിന് അതിജീവിച്ച് വന്ന എൻ്റെ കുഞ്ഞു മക്കളാണ്. വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ മുറ്റം നിറയെ വർണ്ണം കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് നമ്മൾ ടേബിൾ റോസ്, അതായത് നമ്മുടെ 10 മണി. ഈ ഒരു കുറച്ച് പ്ലാന്റുകൾ ഉണ്ടെങ്കിലേ മുറ്റത്ത് മറ്റു പ്ലാന്റുകളൊന്നും വേണമെന്ന് തന്നെ ഇല്ല. മണ്ണ് ഒരുക്കുന്ന സമയത്ത് മണ്ണും കുറച്ച് മണലും അതുപോലെ തന്നെ ചാണകപ്പൊടിയും മാത്രം ചേർത്താൽ മതി. ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ ആട്ടിൻ കാഷ്ടം നല്ല കേട്ടോ. ഇത്ര ആൾക്കാർ ചേർത്തിട്ട് കുഞ്ഞു 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 തണ്ടായിട്ട് നമ്മൾ നട്ടു വെക്കുക. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓരോ ദിവസം ഒരു നേരം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഓവർ വാട്ടറിങ്ങും ഇതിൻ്റെ തണ്ടുകൾ ചീഞ്ഞു പോകാനും കാര്യമാവും. കാരണം ഇത് സെൻസിറ്റീവായ പ്ലാന്റ് ആണെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാന ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലാണ്. എപ്പോഴും ഫുൾ ടൈം വെയിൽ കിട്ടുന്നിടത്ത് തന്നെയാണ് 10 മണി വെക്കേണ്ടത്. തണലുള്ള മുറ്റമാണ് നിങ്ങൾക്കെങ്കിൽ 10 മണി ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം വെറുതെ തണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ. കുറേ ആൾക്കാർ പറയുന്നത് നമ്മളെ 10 മണിയിൽ പൂവില്ല എന്ന്. അത് ആവശ്യത്തിന് വെയിൽ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഞാൻ ഈ 10 മണിയൊക്കെ മേടിച്ചത് ഓൺലൈൻ വഴി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാട്ടോ. പിന്നെ ഓരോ മഴക്കാലം കഴിയുമ്പോഴും നമ്മുടെ വീടിൻ്റെ സൈഡിലോട്ടൊക്കെ മാറ്റി വെച്ച് പ്രത്യേക പരിചരണം കൊടുത്താണ് പിന്നീട് ഇത് കിട്ടുന്നത്. ചില വർഷമൊക്കെ ആകുമ്പോഴത്തെ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും ഒരു തണ്ട് പോലും ഉണ്ടാവില്ല, മൊത്തം ചീഞ്ഞു പോകും. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചൊക്കെ എനിക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടോ. അപ്പം അതൊന്നും ഒരുപാട് തണ്ടുകൾ വരുമ്പം വീണ്ടും പ്രൂൺ ചെയ്ത് മറ്റേ ചട്ടിയിലോട്ട് മാറ്റി കഴിച്ചാൽ നമുക്ക് വീണ്ടും ഒത്തിരി പൂക്കൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് അടിച്ച് പോക്കോ. ഇത്തരം വീഡിയോകൾക്കൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണുന്നുണ്ടെങ്കിലേ കാസിംബായിനെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാസിംബായി അടുത്ത വീഡിയോ തരാം. ടാറ്റാ.